ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിയാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊറോട്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൈ കൊണ്ട് തന്നെ ചൂടുവെള്ളം ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് ഇത് ഒരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ തുണി ഒന്ന് എടുത്ത് നമുക്ക് ആ മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് വീണ്ടും കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഇവിടെ 5 പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ 5 ബോൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി കൗണ്ടർ ടോപ്പിൽ എണ്ണ തടവി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആ മാവ് വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായി പരത്തണം. ഇപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും താഴെയുമുള്ള പോർഷൻസ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഒരു നൈഫ് വെച്ചിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. പൊറോട്ടയുടെ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു അറ്റത്തിൽ നിന്നും നമുക്ക് ഇത് ഇതുപോലെ ചുരുട്ടി കൊണ്ടുവരാം. ഇനി ഇതിനെ ഈ ഒരു അറ്റത്തിൽ നിന്നും നമുക്ക് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഈ പോർഷൻ താഴത്തെ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിവിടെ ദോശക്കല്ലിൽ വെച്ചാണ് ചുട്ടെടുക്കുന്നത്.
ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചൂടാറുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഈ സൈഡിലും നമുക്ക് എണ്ണ തൂവിയിട്ട് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്നും എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പോൾ 5 പൊറോട്ടയും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ടുകൊണ്ട് തന്നെ നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയാണ്. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ നല്ല ലെയറൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.